ഹലോ മക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ നടത്തിവരുന്ന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കുട്ടികളെ സഹായിക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിച്ച് വിജയികളാവുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, എന്നാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? എന്നാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? PN പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004. ലോക പുസ്തക ദിനം എന്നാണ്? ലോക പുസ്തക ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം PN പണിക്കർ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എഴുത്തച്ഛൻ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം? ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം? ഉത്തരം 1996. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം വാസനാ വികൃതി. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. മലയാളത്തിലെ ആദ്യത്തെ പത്രം? മലയാളത്തിലെ ആദ്യത്തെ പത്രം? ഉത്തരം രാജ്യസമാചാരം. കേരള ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ്? കേരള ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ്? ഉത്തരം PN പണിക്കർ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ? ഉത്തരം അവകാശികൾ. കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏത്? കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം ഏത്? ഉത്തരം കൊല്ലം ജില്ലയിലെ പെരുങ്കുളം ഗ്രാമം. ഇന്ത്യയുടെ ദേശീയ വായനാ ദിനമായി ജൂൺ 19 പ്രഖ്യാപിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ വായനാ ദിനമായി ജൂൺ 19 പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം നരേന്ദ്രമോദി.